നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നില്ലടാ. മാം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. Good morning, all. Good morning, Good ma'am. morning, ma'am. Good morning. Okay, good morning. എല്ലാവരും ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് തന്നതാണ്. ഓക്കെ, then നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, then അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഇവിടെ വരെയാണ് എടുത്തത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലേ? അവിടെ വരെ അല്ലേ നമ്മൾ ആ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു, ക്വസ്റ്റ്യൻ ഡെപ്പോസിറ്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലേ? ആണോ? നിങ്ങൾ ആരും ഉണ്ടായില്ല കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, എന്ത് പറ്റി? രാവിലെ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ കേട്ട് ഉറക്കം വന്നിരിക്കണോ? ഇന്ന് നല്ല രസമുണ്ടായിരുന്നു. ആണോ? ഓക്കെ, അത് ഇന്ന് മാത്രമേ രസമുണ്ടായിരുന്നുള്ളൂ? ചില ദിവസങ്ങളിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് അല്ലേ പഠിക്കാൻ. ഓക്കെ, അപ്പോ നല്ല എന്താ പറയാ ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മള് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്സ് വരെയാണ് എടുത്തത്. ടീച്ചർ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ലാസ്റ്റ് നമുക്ക് ടൈം കിട്ടുകയാണെന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബോറാവണ്ടല്ലോ എന്ന് കരുതി. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി വേറെ ഡിസ്റ്റർബ്സ് ഒന്നും വരാൻ പാടില്ല. മ്യൂട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു, കാരണം എന്തെങ്കിലും ഡിസ്റ്റർബ്സ് വന്നാൽ അത് കംപ്ലൈന്റ്സ് ഒന്നും നമുക്ക് വരാൻ പാടില്ല. സോ ഓക്കെ, മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. ഇനി OPD എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് IPD OPD പഠിച്ചു അല്ലെ? OPD എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ്, മരുന്ന് വാങ്ങിച്ച് പുറത്തു പോകുന്ന പേഷ്യൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. IPD നമ്മൾ പറഞ്ഞു മെഡിസിൻ ഒക്കെ വാങ്ങിച്ച് ഇവിടെ അഡ്മിറ്റഡ് ആവുന്നതാണ് IPD. അപ്പോ ഇവിടെ പറയുന്നത് OPD ആണ് കേട്ടോ. മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. OPD മെഡിക്കൽ എക്സാമിനേഷൻ എങ്ങനെയൊക്കെയാണ് OPD നമ്മൾ പുറത്ത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് പറയുന്നത് കേട്ടോ. എളുപ്പമാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. A detailed social and medical history of patient is taken by physician and recorded. Patient's temperature, BP, pulse, respiration, etc. are recorded.
നമുക്കറിയാം ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവിടെ ഒരു OP ചീട്ടൊക്കെ എടുത്ത് നമ്മൾ പുറങ്ങിയിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചു കാലങ്ങളായിട്ട് അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ടെമ്പറേച്ചർ വന്ന് നോക്കുക, അല്ലെങ്കിൽ BP, പൾസ്, ഇതെല്ലാം ഒരു സെക്ഷനിൽ നോക്കിയിട്ട് അതൊന്നും എഴുതി വെക്കാറുണ്ട്, അവർ റെക്കോർഡ് ചെയ്യാറുണ്ട്. ആണോ? ആർക്കെങ്കിലും എക്സ്പീരിയൻസ്ഡ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഇത് ഈ അടുത്തൊരു കാലങ്ങൾ തുടങ്ങിയല്ലേ ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. നമ്മൾ കാണാതിരിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു സെക്ഷനിൽ 2 സ്റ്റാഫുകൾ ഉണ്ടാകും. അവർ എന്ത് ചെയ്യും, ചിലപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കാറുണ്ട് അല്ലെ, അവർ വെയിറ്റിന്റെ മെഷീൻ ഉണ്ടാവും, വെയിറ്റ് നോക്കും, നമ്മളുടെ BP, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യും. അതാണ് നമ്മൾ ഒരു OP ചെയ്യുന്നത് ഫസ്റ്റ്. Then second point നോക്കാം. The necessary investigation such as X-ray, lab test is done to diagnose the diseases and prescribe the treatment. ഇനി അതുപോലെ തന്നെ ഇപ്പോ രോഗം കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ചികിത്സ നിർദ്ദേശിക്കുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എക്സ്റേ ചെയ്യാറുണ്ടെങ്കിൽ എക്സ്റേ ചെയ്യും, അല്ലെങ്കിൽ മറ്റു ലാബ് ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എക്സ്റേ ടെസ്റ്റുകളോ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളോ എന്താണ് നമ്മുടെ രോഗം കണ്ടുപിടിക്കാനും അതിനുള്ള ട്രീറ്റ്മെന്റ്സ് തുടരാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുക്കും, അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Those who are admitted to hospital for further investigation and treatment to concerned ward on the advice of treating doctor. Would a treating doctor, the ward is designed by the staff at the admission desk and entered in the case sheet. Hello, മനസ്സിലായോ? ഒരു കുട്ടിക്കൊരു സെന്റൻസ് അല്ലെ, ഒന്ന് മനസ്സിലാക്കി കാണുള്ളത് എനിക്കറിയാം, കുഴപ്പമില്ല, ഇത്രയും പറയുന്നുള്ളൂ, നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അതായത് those who are admitted to hospital for further investigation and treatment. ഒരാൾ അഡ്മിറ്റഡ് ആവുന്നത് എന്തിനാണ്? ഫർദർ ഇൻവെസ്റ്റിഗേഷനും, അതായത് ടെസ്റ്റുകളിലൂടെ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അഡ്മിറ്റഡ് ആകുന്നത് അല്ലെ. അപ്പോ അങ്ങനെ വരുന്ന കേസസിൽ ഇപ്പൊ തുടരന്വേഷണത്തിന്, തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ മീൻസ് എന്താണ് അസുഖം കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു അന്വേഷണങ്ങൾക്കും അല്ലെങ്കിൽ ചികിത്സയ്ക്കുമായിട്ട് ഇപ്പൊ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രോഗികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള രോഗികളുടെ ചിലപ്പോ ഡോക്ടറുടെ ഉപദേശപ്രകാരമാണ് ആ ഒരു എന്താണ് ബന്ധപ്പെട്ട വാർഡിലേക്ക് ആളെ മാറ്റുന്നത്. ഇപ്പൊ അഡ്മിറ്റ് ചെയ്തെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടല്ലേ ആ വാർഡിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റും. ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമാണ് നമ്മൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആ ഒരു സെക്ഷനിലോട്ട്, ബന്ധപ്പെട്ട ആ ഒരു കൺസേൺഡ് വാർഡിലോട്ട് മാറ്റുന്നത്. Then the ward is designated by the staff at the admission desk and entered in the case sheet. ഇനി ആ ഒരു വാർഡിൽ എന്താണ്, ഒരു അഡ്മിഷൻ ഡെസ്കിൽ ഒരു ജീവനക്കാർ, സ്റ്റാഫുകൾ ഉണ്ടാവും. ആ ഒരു ജീവനക്കാരാണ് വാർഡ് നിശ്ചയിക്കുന്നതും ഡിസൈൻ ചെയ്യുന്നതും അത് കേസ് ഷീറ്റിൽ രേഖപ്പെടുത്തും. ഇന്ന പേഷ്യന്റ് ഇന്ന വാർഡിലേക്ക് അയക്കുന്നതിന് വരെ കേസ് ഷീറ്റിലോട്ടൊന്ന് അവർ രേഖപ്പെടുത്തി വെക്കും. ആരാണ്? വാർഡ് ഡെസ്ക് സ്റ്റാഫുകൾ കേട്ടോ. അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫുകളാണ് ആ വാർഡ് ഏത് വാർഡിലോട്ടാണെന്നൊക്കെ ഒന്ന് അയക്കുന്നത്. ഓക്കെ, ഇതാണ് 3 പോയിന്റ്സ്. ഇനി ഒന്നും കൂടി പറയാം. അതായത് നമ്മൾ പറഞ്ഞ ആദ്യം നമ്മൾ BP അല്ലെങ്കിൽ ടെമ്പറേച്ചർ, പൾസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പോ നമ്മളുടെ ഫർദർ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എക്സ്റേയോ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യും. ദെൻ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് എന്താണ്? തുടരന്വേഷണത്തിനും മറ്റു അന്വേഷണത്തിനും അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ വരുന്നവര്, അതായത് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്നത്. സോ അങ്ങനെ ഹോസ്പിറ്റലിൽ വരുന്നവര് ആ ഡോക്ടറുടെ ഉപദേശപ്രകാരം ഏത് വാർഡിലേക്കാണോ ബന്ധപ്പെട്ട വാർഡിലേക്ക് അല്ലെങ്കിൽ കൺസേൺഡ് വാർഡിലേക്ക് ഡോക്ടർ അഡ്വൈസ് ചെയ്യും ട്രീറ്റ്മെന്റിന് വേണ്ടി. ദെൻ ആ ഒരു വാർഡിലെ സ്റ്റാഫ് അഡ്മിഷൻ ഡെസ്ക് ആണ് ആ വാർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മീൻസ് ഏത് വാർഡിലേക്കാണ് അല്ലെങ്കിൽ എത്രാമത്തെ ബെഡ് നമ്പർ, റൂം നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം അവര് ഒരു കേസ് ഷീറ്റില് അവരുടെ കയ്യിൽ ഒരു റെക്കോർഡ് ബുക്ക് പോലെ ഉണ്ട്, അതിലെന്ത് ചെയ്യും? അവർ ആ കേസ് ഷീറ്റിൽ എൻറ്റർ ചെയ്യുന്നു. ഓക്കെ, ഇത്രയുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ OPD നമ്മൾ പോയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണോ? 3 പോയിന്റ്. നിങ്ങൾ അതിൽ കൂടുതൽ ഭയങ്കര എന്താ പറയാ കാര്യമായിട്ട് ചിന്തിക്കൊന്നും വേണ്ടട്ടാ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ട്രാൻസ്പോർട്ടിംഗ് ക്ലയൻസ് ഫ്രം OPD to IPD. OPD to IPD. OPD മീൻസ് നമ്മൾ പറയാം ഔട്ട് പേഷ്യന്റ് ആണ്. അപ്പോ
ഒരു ഔട്ട് പേഷ്യന്റ്, പുറത്തുനിന്ന് ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യൻസിനെ ഇൻപേഷ്യന്റ് എന്നിലോട്ട് ഉള്ളിലേക്ക് കയറ്റാൻ പോകുന്നതാണ്. ഓക്കെ, ഹോസ്പിറ്റലിലേക്ക് കയറ്റാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടിങ്ങിന്റെ കാര്യം വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് വായിക്കാം. 3 പോയിന്റ്സ് ഉള്ളു കേട്ടോ. അതും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് അല്ലെ. നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. ക്ലൈന്റ് who are not very ill and are able to work are accompanied to ward by a nurse or attendant. Client who are not very ill, അല്ലെ, അത്ര ക്രിട്ടിക്കൽ ഒന്നും അല്ലാത്തൊരു പേഷ്യന്റ് ആണ്, ഒട്ടും തീരെ കിടക്കാൻ വയ്യാത്തൊരു പേഷ്യന്റ് അല്ല, ഓൾമോസ്റ്റ് അത്യാവശ്യം എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പോ അത്ര ക്രിട്ടിക്കൽ അല്ലാത്തൊരു പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു എന്താ പറയാ, തീരെ അസുഖമില്ലാത്തൊരു പേഷ്യൻസ് ആണെങ്കിൽ അത്യാവശ്യം നടക്കാനൊക്കെ കഴിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയെ നമുക്കൊരു അറ്റൻഡറിന്റെയോ അല്ലെങ്കിൽ ഒരു നഴ്സിന്റെയോ സഹായത്തോടു കൂടി നമുക്ക് ആ കമ്മ്യൂണിറ്റി വാർഡ്, നമുക്ക് ആ വാർഡിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറ്റാൻ പറ്റും അല്ലെ. വേറെ ആംബുലൻസിന്റെയോ മറ്റ് സജ്ജീകരണങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നുമില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. അതായത് തീരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, അത്യാവശ്യം നടക്കാൻ പറ്റുന്ന ഒരു രോഗിയാണെങ്കിൽ ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു അറ്റൻഡറിന്റെ സഹായത്തോടെ നമുക്ക് ആ എന്ത് ചെയ്യാം, അകത്തേക്ക് കയറ്റാനായിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. വീൽ ചെയർസ് ഷുഡ് ബി അവൈലബിൾ ഫോർ ദോസ് ഹു ആർ ടു സിക്ക്, വീക്ക്, നോട്ട് ഏബിൾ ടു വാക്ക്. ഇനി രണ്ടാമത്തെ കേസിൽ പറയുന്നത് എന്താണ്, ഒട്ടും തന്നെ നടക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ സിക്ക്, ഭയങ്കര അവശതയാണ് ആള്, വീക്ക് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വീൽ ചെയർ അവിടെ അവൈലബിൾ ആണെന്ന് വീൽ ചെയറിൽ ആളെ കൊണ്ടുവരാം. നമ്മൾ കാണാറില്ല കാഷ്വാലിറ്റിയിലേക്ക് വണ്ടികൾ ഓട്ടോറിക്ഷയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അപ്പൊ തന്നെ ഓടി വന്ന് അറ്റൻഡർ വീൽ ചെയർ കൊണ്ടുവരും അല്ലെ. എന്നിട്ട് വീൽ ചെയറിലേക്കാണ് പേഷ്യന്റിനെ അകത്തേക്ക് കയറ്റുക. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ അതൊന്നും ആലോചിച്ച് നോക്കാം. നമ്മളുടെ ഡേറ്റോടെ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ കാണുന്നതാണ് അല്ലെ. ഒരാള് പോലും ഹോസ്പിറ്റലിൽ പോകാത്തവരുണ്ടാവില്ലല്ലോ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് പല പല അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതില്ലെങ്കിലും നമ്മൾ ആരെങ്കിലും വിസിറ്റ് ചെയ്യാനെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണുമല്ലോ. അപ്പൊ നമ്മളുടെ ലൈഫിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊന്നും പഠിക്കൊന്നും വേണ്ടതൊക്കെ നമ്മൾ ലൈഫിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ക്ലൈന്റ് who are brought to hospital on ambulance should be carried to their respective wards or structures. ഇനി ആംബുലൻസിൽ വരുന്നവർ, ഇപ്പൊ വേറൊരു ഹോസ്പിറ്റലിൽ നിന്നും ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്ത് വരുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെ ആംബുലൻസിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അതാത് വാർഡിൽ തന്നെ അവരെ കൊണ്ടുപോയി എത്തിക്കും. ഇപ്പോ ആ ഒരു ആംബുലൻസിൽ ആ ഒരു കിടക്കുന്ന സ്ട്രക്ചറില് അതേപടി തന്നെ എടുത്തകത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ആളെ പുറത്ത് വന്ന് ഇറക്കിയിട്ടുണ്ട് പോവുകയാണോ ചെയ്യുന്നത്? അല്ല, ആംബുലൻസിന്റെ അതേപോലെ തന്നെ സ്ട്രക്ചർ എടുത്തിട്ട് ഇവിടെ അറ്റൻഡേഴ്സും നഴ്സും കാര്യങ്ങളൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യും, അകത്തേക്ക് കൊണ്ടുപോകും അല്ലെ. Then receive the patient by ward sister. ഇനി ഇവിടെ പേഷ്യന്റിനെ വരുമ്പോ റിസീവ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് ആരാണ്? ആ വാർഡിലെ സിസ്റ്റർ ആണ്. ഇപ്പൊ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും സിസ്റ്റേഴ്സ് വരും, ഓടി വരാറില്ലേ? അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് പോകുന്നത് നമ്മള്? അല്ല, ഒരു സിസ്റ്റേഴ്സ് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി വരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രാൻസ്പോർട്ടില് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടാലോ? ഇങ്ങനെയാ? മനസ്സിലായോ? എല്ലാവരും ഉറങ്ങിയാണോ ഇരുന്ന്? റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ, നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളല്ലേ ഇത്. വേറെ ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടാലോ. എക്സ്പ്ലനേഷൻ തരേണ്ട സമയത്ത് ഞാൻ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നന്നായി തരാട്ടോ. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞു വാർഡ് സിസ്റ്റർ. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ നേഴ്സ്. ഇനി ഒരു നേഴ്സിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന്. നേഴ്സിന്റെ ഉത്തരവാദിത്തങ്ങൾ, നേഴ്സിന് വെറുതെ അവിടെ നിന്നാൽ പോരല്ലോ, കുറച്ച് ചുമതലകളൊക്കെ വേണ്ടേ. അപ്പോ എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കാം. ഓരോ പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി ആ ഓരോ പോയിന്റിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണമെന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രിപ്പയർ റൂം പ്രിപ്പയർ ചെയ്യണം. രോഗിക്ക് വരുമ്പോ കിടക്കാനായിട്ടുള്ള റൂം പ്രിപ്പയർ ചെയ്യണ്ടേ. ഇനി എന്തൊക്കെയാണ് ഒരു റൂം പ്രിപ്പയർ ചെയ്യുമ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ എന്നാണ് ആ ഒരു കുറച്ച് പോയിന്റിൽ പറയുന്നത് കേട്ടോ. നോക്കാം. പ്രിപ്പയർ എ ക്ലീൻ ആൻഡ് നീറ്റ് അക്ലൂഷൻ റൂം with all necessary items according to the needs of the patient.
നല്ല ക്ലീനും നീറ്റ് ആയിട്ടുള്ള ഒരു റൂമല്ല ഒരു പേഷ്യൻസിന് വേണ്ടത്. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി ആ സെയിം അല്ലെങ്കിൽ ആ സെയിം പില്ലോ കവറും അല്ലെങ്കിൽ ബെഡും കാര്യങ്ങളും അവിടെ ഒന്നും ക്ലീൻ അല്ല, ഫുൾ ഭയങ്കര ഡേർട്ടി ആയിട്ട് കിടക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സോ അപ്പൊ ക്ലീൻ ആൻഡ് നീറ്റ് അഡ്മിഷൻ റൂം ആയിരിക്കണം. അതാണ് ഒരു പ്രിപ്പയർ റൂമിൽ ചെയ്യുന്ന ഒരു നഴ്സിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു നീഡ്സ് ഓഫ് ദ പേഷ്യന്റ് എന്തൊക്കെയാണ് അത്യാവശ്യമുള്ളത് ആ റൂമിൽ വേണ്ടത് അതെല്ലാം ഒന്ന് സജ്ജീകരിച്ച് ചെയ്യുക. ക്ലീൻ ആയിരിക്കണം, നീറ്റ് അഡ്മിഷൻ റൂം ആക്കുക. Then prepare appropriate type of bed with adequate adjusted height of the bed. ഇനി appropriate type of bed ഓരോ രോഗികൾക്കും adequate ആയിട്ടുള്ള, അതായത് അത്യാവശ്യമായിട്ടുള്ള, adequate means എന്താണ്, കൃത്യമായിട്ടുള്ളത്, പ്രോപ്പർ ആയിട്ട് ഏത് തരത്തിലുള്ള ബെഡിന്റെ ഹൈറ്റ് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ വളരെ ആവശ്യമായി കിടക്കുന്ന രോഗികൾക്ക് അവരുടെ ഈ നമ്മുടെ ബെഡിന്റെ ഈ തല വെക്കുന്ന ഭാഗവും ഹൈറ്റ് ചെയ്തിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബെഡ്സുകളൊക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ അതെല്ലാ ഹോസ്പിറ്റലിലും റൂമിലൊക്കെ ഇങ്ങനത്തെ ഉള്ള ബെഡുകളായിരിക്കും. അപ്പൊ അത് ഓരോ പേഷ്യൻസിനും ചിലവർക്ക് സാധാരണ നമ്മള് നോർമലി ആ ഒരു ബെഡ് മാത്രം മതിയായിരിക്കും. പക്ഷെ ചിലവർക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും അങ്ങനത്തെ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. ഏജ്ഡ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ഈ തലകൊക്കെ വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബെഡ് ഏത് ബെഡാണോ അവർക്ക് ആക്ടിവേറ്റ് ആയിട്ടുള്ളത് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഹൈറ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കുക. അപ്പൊ അത്രയുമാണ് ഒരു റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയല്ലോ റൂമിൽ ചെയ്യേണ്ടത് കേട്ടോ. ക്ലീനും നീറ്റും ആയിരിക്കുക. ദെൻ ബെഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഐഡന്റിഫൈ സെൽഫ്. ഐഡന്റിഫൈ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം നമ്മളുടെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയില്ലേ. ഇനി എന്തൊക്കെയാണ് ഉള്ളിൽ വന്നേക്കുന്നത് നോക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. വെൽക്കം പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് വാം അപ്രോച്ച്. വെൽക്കം പേഷ്യന്റിനെയും പേഷ്യന്റിന്റെ ഫാമിലിയെയും വെൽക്കം ചെയ്യണം വാം അപ്രോച്ചിലൂടെ. വാം അപ്രോച്ച് മീൻസ് നല്ലൊരു ഊഷ്മളമായിട്ടുള്ള നല്ലൊരു സ്നേഹത്തോടു കൂടി ഭയങ്കര ക്രൂഷ്യലായിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതല്ല ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിലല്ല അവർ സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു വാം അപ്രോച്ചിലായിരിക്കണം അവരെ സ്വീകരിക്കേണ്ടത്. Then make the patient comfortable in bed and provide him with hospital clothes and ensure adequate privacy. അതായത് പേഷ്യൻസിന് കംഫർട്ടബിൾ ആണോ എന്ന് ഉറപ്പാക്കണം അല്ലെ. ഇപ്പൊ ബെഡും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ അതൊക്കെ അവര് കംഫർട്ട് ആണോ? ദെൻ പ്രൊവൈഡ് ഹോസ്പിറ്റൽ ക്ലോത്ത്സ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പില്ലോ കവറും അല്ലെങ്കിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും. ചില പേഷ്യൻസ് നമ്മൾ കൊണ്ടുപോകും എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം. പിന്നെ അഡിക്വേറ്റ് പ്രൈവസി മീൻസ് നമുക്കറിയാം അവർക്ക് അത്യാവശ്യമായിട്ട് അവർക്കൊരു എന്താ വേണ്ടത് എന്ന് വെച്ചാൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. ദെൻ ലെസൺ ആൻസൈറ്റി ആൻഡ് ഫിയർ. ഇനി അവരെ ഒരു പേടിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് അവരുടെ ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറക്കാം അല്ലെ. ഇപ്പോ എന്തെങ്കിലും അസുഖമായിട്ട് വന്നിട്ട് നമ്മള് അയ്യോ ഇന്നതെന്ന് പറഞ്ഞു അങ്ങനെ എന്നൊക്കെ പറഞ്ഞു പേടിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ അവർക്കൊരു എന്താ പറയാ അവർക്കൊരു കൂടെ നിന്ന് നമ്മളൊക്കെ എന്താ പറയാ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നവരല്ലോ, ഒരു സ്കാഫോൾഡിങ് കൊടുക്കുക. അതായത് ഒരു തണലായിട്ട് അല്ലെങ്കിൽ താങ്ങായിട്ട് നിൽക്കുക. അല്ലാണ്ട് അവരുടെ അസുഖത്തിനെ മാനിച്ചിട്ട് അതിന് എന്റെ അസുഖം ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കാത്ത രീതിയിൽ അവർക്കൊരു സ്കാഫോൾഡായിട്ട് താങ്ങായിട്ടൊന്ന് ജസ്റ്റ് അവരുടെ ഒപ്പം ഒന്ന് നിൽക്കുക. ഓക്കെ, അതാണ് ഐഡന്റിഫൈ സെൽഫിൽ വരുന്ന 3 പോയിന്റ്സ്. ക്ലിയർ ആയോ എല്ലാവർക്കും? പ്രിപ്പയർ റൂമും ഐഡന്റിഫൈ സെൽഫും ഓക്കെ ആണോ? ആണോ? ഓക്കെ, നിങ്ങൾ എന്തോ റിപ്ലൈ ഒന്നും ഇല്ലാലോ, എല്ലാവരും ഇറങ്ങിയാണോ? ക്ലാസ് സ്പീഡ് കൂടുന്നുണ്ടോ? പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ? അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ സംസാരിക്കാത്തത്. ഓക്കെ ഓക്കെ, അത് നിങ്ങൾ റെസ്പോണ്ട് ഒക്കെ ചെയ്തോട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ നമ്മളിങ്ങനെ എപ്പോഴും ഇതാക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്തോട്ട് വരാൻ ചാൻസ് ഒക്കെ ഉണ്ട് അല്ലെ. കുഴപ്പമില്ല. അപ്പോ നമുക്ക് ഇടയ്ക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ തംസ് അപ്പ് ഇട്ടൊന്ന് കാണിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ക്ലാസ് സ്പീഡായിട്ട് പോകുന്നുണ്ടോ? സ്പീഡായിട്ട് തോന്നിയോ നിങ്ങൾക്ക്? ചിലപ്പോ നമുക്ക് ആ ഒരു ഫ്ലോറിൽ അത് എല്ലാ മിസ്സുമാരും ഇപ്പൊ കുറച്ച് സ്പീഡ് ആണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, എടാ നമുക്ക് സ്പീഡ് നമുക്ക് അങ്ങനെ ഓൾറെഡി നമ്മൾ മലപ്പുറം സ്പീഡിലെടുത്ത് പോകുന്നതല്ല. നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ പോലെ തന്നെ ഞങ്ങള് ഓരോ ക്ലാസ്സിൽ നമുക്കൊരു ഹോസ്റ്റലിലാണ് കണ്ടിന്യൂസ് ക്ലാസ് നമുക്ക് വരുന്നത്.
സോ നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോണേണ് ക്ലാസ്സിന്റെ ഒപ്പം കേട്ടോ. അതാണ് ഇടക്കിടക്ക് ചോദിക്കുന്നത്, സ്പീഡ് കൂടുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ, നിങ്ങളുടെ തന്നെ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഞാൻ ഇടയ്ക്കുള്ള ചോദിക്കുന്നത്. എനിക്കും ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യും, ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്പീഡ് ആകുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ, പറയുന്നതൊക്കെ ക്ലിയർ അല്ലേ, മനസ്സിലാകുന്നില്ലേ മീനിങ് ഒക്കെ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഇച്ചിരി സ്പീഡൊക്കെ കൂടാലോ. ഭയങ്കര ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറല്ലേ. അപ്പൊ കുറച്ച് ആക്റ്റീവായിട്ട് സ്പീഡായിട്ടൊക്കെ തന്നെ അത്യാവശ്യം സ്പീഡൊക്കെ എടുക്കാം അല്ലെ. പിന്നെ നമുക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ആ ടീച്ചേഴ്സിനോട് പറയണോ സ്പീഡ് കൂടുതലാണോ, മനസ്സിലാകുന്നില്ല എന്ന് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മള് 2 പോയിന്റ് നോക്കി അല്ലെ. ഇനി 3ാമത്തെ പോയിന്റ് നോക്കാം. ഈ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് വരുന്നുള്ളൂ. ഓറിയന്റേഷൻ. ഓറിയന്റ് മീൻസ് ക്രമപ്പെടുത്തുക. പേഷ്യൻസിനെ ഒന്ന് ടോട്ടലി ക്രമപ്പെടുത്താനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവും. നോക്കാം. ലൊക്കേഷൻ നേഴ്സ് സ്റ്റേഷൻ. ലൊക്കേഷൻ നേഴ്സ് സ്റ്റേഷൻ നമ്മൾ പറഞ്ഞില്ലേ, വാർഡിന്റെ ചാപ്റ്റർ പഠിച്ചപ്പോ ഒരു നഴ്സ് സ്റ്റേഷൻ ഉണ്ടാവും, ഒരു വാർഡിന്റെ അകത്തൊക്കെ ആയിട്ട് ഒരു നഴ്സ് സ്റ്റേഷൻ ഉണ്ട്. അതൊക്കെ ഒന്ന് കറക്റ്റ് പ്രോപ്പറാക്കി ആക്കുക. ദെൻ 2ാമത്തെ പോയിന്റ് റൂം ബൗണ്ടറീസ്. റൂം ബൗണ്ടറീസ് എന്ന് പറഞ്ഞാല് ഓരോ റൂമും തിരിച്ചിട്ടൊക്കെ ഉണ്ടാവില്ല, ഓരോ ബൗണ്ടറീസിലും കാര്യങ്ങളിലൊക്കെ പ്രോപ്പർ ആയിട്ട് റൂം ഒന്ന് തിരിക്കുക എന്നുള്ള അർത്ഥമാണ്. വേറെ എക്സ്ട്രാ മീനിങ് ഒന്നും അതിന് പറയാനില്ല. പ്രോപ്പർ ആയിട്ട് ബൗണ്ടറിയൊക്കെ തിരിക്കുക എന്നുള്ളൊരു മീനിങ് കേട്ടോ. ഇനി ക്ലോത്ത് സ്റ്റോറേജ്. ക്ലോത്ത് സ്റ്റോറേജ് നമുക്കറിയാം, ഓരോ റൂമിലും ചെറിയൊരു എന്താ പറയാ, ചെറിയ അലമാരല്ല, ഒരു മറ്റേ ഷെൽഫ് പോലെയൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മുടെ അത്യാവശ്യം ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന കവറും ഡ്രസ്സും അല്ലെങ്കിൽ മറ്റേ പാത്രങ്ങളോ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു ക്ലോത്ത് സ്റ്റോറേജിന്റെ ഒക്കെ ഒരു സംഭവം ഉണ്ടാവും അല്ലെ. അപ്പൊ അത്. ദെൻ കോൾ ലൈറ്റ്. കോൾ ലൈറ്റ് മീൻസ് ഇതുപോലെ എമർജൻസി ആയിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റം ഒക്കെ ചിലപ്പോൾ റൂമുകളിൽ ഉണ്ടാവും. ഇപ്പോ നമ്മൾ ആ റൂമില് സ്വിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ ആ നഴ്സിംഗ് റൂമില് അതിന്റെ ഒരു സൈറനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് വെക്കുന്ന ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ഈ ലൈറ്റ് സ്വിച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ടെലിഫോൺ പോളിസി. ഇപ്പോൾ ചില റൂമുകളിലൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ ഓരോ റൂമിൽ ടെലിഫോണൊക്കെ ഉണ്ടാവും ഇല്ലേ. നമുക്ക് പെട്ടെന്ന് നഴ്സിനെ കണക്ട് ചെയ്ത്, ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഓൾറെഡി മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ, എങ്കിലും അവരുടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ റൂമിലൊക്കെ ഒരു ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ദെൻ TV കൺട്രോൾസ്. പോയിന്റ് വിട്ടില്ലേ? എന്താ 2 പോയിന്റ് വിട്ടില്ലേ? ബെഡ് കൺട്രോള്, ലൈറ്റ് സ്വിച്ചസ്, അത് 2 വിട്ടു മാം. ലൈറ്റ് സ്വിച്ചസ് ഓക്കെ. ബെഡ് കൺട്രോൾസ് ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ 2 നിങ്ങൾ മാത്രം കേട്ടിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഉറങ്ങിയിട്ടൊന്നും ഇല്ലാരും. ഓക്കെ. അപ്പൊ കോൾ ലൈറ്റ് ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നമ്മൾ പെട്ടെന്ന് എമർജൻസി ആയിട്ടൊക്കെ വിളിക്കുന്നത്. ദെൻ ബെഡ് കൺട്രോൾസ്. ബെഡ് കൺട്രോൾസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബെഡ് നമ്മൾ ഹൈറ്റ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതൊക്കെയാണ് ബെഡ് കൺട്രോൾസ് ഉദ്ദേശിക്കുക. ദെൻ ലൈറ്റ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ, സ്വിച്ച് ബോർഡുകളൊക്കെ നമ്മുടെ റൂമിൽ തന്നെ അവൈലബിൾ ആണല്ലോ. ദെൻ ടെലിഫോൺ അല്ലെ. അങ്ങനെ ഫോൺ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടോന്ന് അറിയില്ല, മിക്കവിടത്തും നമ്മൾ കാണാറുണ്ട് ഫോൺസുകളും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ TV കൺട്രോൾസ്. TV ഒക്കെ ചില റൂമുകളിൽ, സെപ്പറേറ്റ് റൂമുകളിൽ TV ഉണ്ടാവും അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ TV കണ്ടുവരുന്നത് അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലും ഓരോ റൂമിലും TV ഒക്കെ വെക്കാറുണ്ടോ? ഇല്ല മാം. അത്യാവശ്യം കുറച്ച് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിലുണ്ടാവും. പിന്നെ അതാണ് അത്യാവശ്യം നമ്മള് ഒരു ഫെസിലിറ്റി ഒക്കെ കൂടുതലുള്ള ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള TV കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ. ദെൻ മീൽ ടൈംസ്. ഇനി ഫുഡിന്റെ ടൈംസ് കാര്യങ്ങളൊക്കെ അത് പ്രോപ്പർ ആയിട്ട് ചിലവര് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് ടൈമിനാണോ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ വിസിറ്റിംഗ് അവേഴ്സ്. നമുക്കറിയാം, നമ്മള് ഹോസ്പിറ്റലിലെ പേഷ്യന്റ് കിടക്കുമ്പോൾ വിസിറ്റ് ചെയ്യാനായിട്ട് വരുമ്പോ എന്താണ് അതിന് കറക്റ്റ് പ്രോപ്പർ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അല്ലെ. അതാണ് വിസിറ്റിംഗ് അവേഴ്സ് പറയുന്നത്. ദെൻ ഡയറ്റ്. ചില പേഷ്യൻസിന് ഡയറ്റ് പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ ഡോക്ടർ നിർദ്ദേശിച്ച ഒരു ഡയറ്റ് ചാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതാണ് ഡയറ്റിൽ പറയുക. ദെൻ സേഫ്റ്റി മെഷേഴ്സ്, അതായത് സേഫ് ആയിട്ട് പേഷ്യൻസിന് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന മെഷേഴ്സ് കാര്യങ്ങള്. സൈഡ് റെയിൽസ് ഉദ്ദേശിക്കുന്നതേ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് കേൾക്കുന്നതാണോ സൈഡ് റെയിൽസ്? അറിയാവുന്നവരുണ്ടാവും കേട്ടോ. അറിയോ ആർക്കെങ്കിലും? ബെഡിന്റെ സൈഡില് നമ്മള് ബെഡിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു മറ്റേ ഒരു ഇതുപോലെയൊക്കെ വെക്കില്ലേ, അതായത് വീട് പോക്കാണ്ട് തിരിയുമ്പോ അല്ലെ, ഈ നമ്മൾ ജസ്റ്റ് ഒരു തടയുന്ന പോലെ ഒരു ഈ കമ്പി കൊണ്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. മനസ്സിലായോ?
ഓക്കെ, നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കാം, അല്ലാതെ എന്തെങ്കിലും ക്ലോസ് ചെയ്ത് താഴത്തേക്ക് തന്നെ ഇടാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ പേഷ്യൻസിന്റെ, അതാണ് സ്വൈൻ ഡ്രൈവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ്, കൗൺസിലറിലെ ആ ഒരു ടൈമും കാര്യങ്ങളും. ഇനി വാട്ട് ടെസ്റ്റ് ആർ ഷെഡ്യൂൾഡ്, എന്തൊക്കെ ടെസ്റ്റ് ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഓരോ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയില്ലേ, അതെന്തൊക്കെയും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതൊക്കെ പേഷ്യൻസിന് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓറിയൻ പേഷ്യൻസിനെ ക്രമപ്പെടുത്തേണ്ടത്, അതായത് നഴ്സുമാരായിരിക്കണം ഇതെല്ലാം ക്രമപ്പെടുത്തേണ്ടത്. പേഷ്യൻസിന്റെ ഡയറ്റും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പൊ മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ് നോക്കാം. ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു, മറ്റ് ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നോക്കാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ പറയുന്നത് ടെസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യൂലേ. ഇപ്പോ ബ്ലഡ് ടെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ എന്താ പറയാ എക്സ്റേ എടുക്കണം എന്നൊക്കെ പറയില്ലേ, ആ ടെസ്റ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് പേഷ്യൻസിന്റെ അടുത്ത് വന്ന് നഴ്സുമാരായിരിക്കണം അറിയിക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റ് ഗ്യാദർ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പേഷ്യൻസിന് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്? മെഡിക്കൽ ഓർഡേഴ്സ് ആണ് ഈ പറഞ്ഞ പോലെ മെഡിസിൻ വാങ്ങിക്കണോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. ദെൻ ട്രീറ്റ്മെന്റ്, ചികിത്സ അല്ലെ, നമ്മളുടെ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങൾ. ലാബ് റിസൾട്ടുകളൊക്കെ വന്ന് വാങ്ങിച്ചിട്ട് നഴ്സുമാർ നോക്കാറുണ്ട് റിസൾട്ടുകളൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിസൾട്ടുകൾ നോക്കുക. ടെസ്റ്റുകൾ അല്ലെ, ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ബ്ലഡ് ടെസ്റ്റും മറ്റു ടെസ്റ്റുകൾ. ദെൻ ഡയറ്റ് ഇതുപോലെ ഈ എല്ലാ പേഷ്യൻസിനും ഉണ്ടാവില്ല, ഓരോ പേഷ്യൻസിനും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും. ദെൻ ആക്ടിവിറ്റി, മറ്റു പ്രവർത്തനങ്ങൾ, ഓരോരോ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ, അപ്പൊ അതൊക്കെയാണ് മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും 4 പോയിന്റ്സ് ആണ് ഒരു നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആ 4 പോയിന്റ് വായിക്കാം, ഇതിനുള്ളിലുള്ളതും വായിക്കാം. പെട്ടെന്ന് വായിച്ചോളൂ. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്കൊരു റൂമിൽ തന്നെ വരുന്ന മറ്റു പ്രവർത്തനങ്ങൾ, മീൻസ് ഇതുപോലെ ഇപ്പൊ ഡയറ്റ് ടെസ്റ്റ്, ഇനി വേറെ എന്തെങ്കിലും ഇപ്പൊ എക്സ്ട്രാ അവരോട് ഇപ്പോ നമ്മൾക്കിപ്പോ എന്താ പറയാ ഒരു എക്സർസൈസുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അത്ര ടൈം നടക്കണം, അങ്ങനെയുള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റികളൊക്കെ ഇല്ലേ ഇതിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇത് എന്താണെന്ന് സെപ്പറേറ്റ് ഒന്നും പറയുന്നില്ല. മെയിൻ ആയിട്ട് ഈ ലാബ് ടെസ്റ്റുകളും അല്ലെങ്കിൽ ഡയറ്റ്, മീൽ ടൈം അതൊക്കെയാണ്. ആക്ടിവിറ്റി നിൽക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ എന്നുള്ളൊരു മീനിങ്ങിലാണ് പറയുന്നത് കേട്ടോ. മെഡിക്കൽ ഓർഡേഴ്സും കൂടെ ഒന്ന് പറഞ്ഞുതരുമോ? മെഡിക്കൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡോക്ടർ നമുക്ക് തരുന്ന ഓർഡറുകളൊക്കെ, അതായത് നഴ്സുമാരോട് പറയും ഇന്ന പേഷ്യന്റിന് അത് BP നോക്കണം, ടെമ്പറേച്ചർ നോക്കണം, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് നോക്കണം, അങ്ങനെയുള്ളത്. അതായത് ട്രീറ്റ്മെന്റ് പരമായിട്ട് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് ഈ മെഡിക്കൽ ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളുടെ പേഷ്യന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി, വേറെ നിങ്ങൾക്ക് എക്സ്ട്രാ കൂടുതൽ വിശദീകരിച്ച് എഴുതാണെന്ന് അറിയാലോ. അപ്പൊ പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. മീനിങ് പിന്നെ ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, വായിച്ചു കഴിഞ്ഞെങ്കിലൊന്ന് പറയണേ. വായിച്ചു കഴിഞ്ഞായിരുന്നു? ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ടൈം ഉണ്ടാവുന്ന അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നതാണ് പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്. പ്രിലിമിനറി മീൻസ് എന്താണ്? പ്രിലിമിനറി എക്സാം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല ഇപ്പോ. അതൊരു പ്രാരംഭം അല്ലെ, ഒരു പ്രാരംഭത്തില് നമുക്കൊരു പേഷ്യന്റിനെ എങ്ങനെയൊക്കെ നമുക്ക് ഒബ്സർവേഷൻ ചെയ്യാം,
പ്രാരംഭത്തിൽ ഒരു പേഷ്യന്റിനെ എങ്ങനെയാണ് ഒബ്സർവേഷൻ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ദെൻ നോക്കാം, 2 പോയിന്റ് ആണ് പറയുന്നത്. പ്രാരംഭത്തിൽ എങ്ങനെയൊക്കെയാണ് പേഷ്യൻസിനെ നോക്കാം എന്നാണ്. The first few moments with the patient facial expression will denote his emotional reaction and presence of the pain fatigue. Fatigue means എന്താണ് fatigue? ക്ഷീണം അല്ലെങ്കിൽ ടയേർഡ് എന്നൊക്കെ പറയാറില്ലേ നമ്മള്? മോളിലൊന്നും എഴുതി വെക്കാൻ അറിയാത്തവരാണെങ്കിൽ ക്ഷീണം അല്ലെങ്കിൽ ടയേർഡ്നെസ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സ്, നമുക്ക് ആദ്യത്തെ ആ ഒരു ഫ്യൂ മൊമെന്റ്സിലൂടെ നമുക്കറിയാം ഒരു പേഷ്യന്റിന്റെ മാത്രമല്ല ഏതൊരു വ്യക്തിയുടെയും മുഖത്ത് നോക്കിയാൽ നമുക്ക് ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഡിനോട്ട് ചെയ്യും അവരുടെ ഇമോഷണൽ റിയാക്ഷൻ എന്താണെന്ന്, അല്ലെ? നമുക്കൊരു വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലേ? അവര് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്, ഫേസ് കാണുമ്പോൾ തന്നെ അറിയാമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടോ? നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അല്ലെ? നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് നമ്മുടെ മനസ്സിൽ എന്താണോ അത് നമ്മുടെ ഫേസിൽ എടുത്ത് കാണിക്കും, അല്ലെ? അതാണ് ശരിക്കും അതൊരു എന്താ പറയുക, നാച്ചുറൽ ആണത്, അല്ലെ? നമുക്ക് ആ ഒരു ഫേസ് എക്സ്പ്രഷനിലൂടെ നമുക്ക് ആള് ഭയങ്കര ഫാറ്റിക് ആണോ, ക്ഷീണോട്ടോ അല്ലെങ്കിൽ വളരെ വേദന അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് നമുക്കൊരു പ്രിലിമിനറി ഒബ്സർവേഷൻ ചെയ്യുക എന്ന് പറയുക. നമ്മളവിടെ പുറത്തൊരു ഡോക്ടറെ കാണാൻ ഡോക്ടറുടെ ഫ്രണ്ടിൽ ഒരു പേഷ്യന്റ് ഇരിക്കുകയാണ്. അപ്പൊ ആള് ഭയങ്കര വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ എന്താ പറയാ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആള് ഭയങ്കര വേദന അനുഭവിക്കുന്നുണ്ട്, എന്തോ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ചില പേഷ്യൻസ് കാണാതിരിക്കുമ്പോ ഈ ബെഞ്ചൊക്കെ ഇടണമെങ്കിൽ ബെഞ്ചിലൊക്കെ കിടക്കാറൊക്കെ ഉണ്ട് പേഷ്യൻസ്, അല്ലെ? അത് തീരെ വയ്യാഞ്ഞിട്ട് അവർക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കും അവരവിടെ കിടക്കുന്നത്. സോ അങ്ങനെയുള്ളതൊക്കെ അവരുടെ നമുക്ക് ആ ഒരു പേഷ്യൻസിനെ നമുക്ക് നോക്കുമ്പോ തന്നെ ഫേഷ്യൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. Then രണ്ടാമത്തെ പോയിന്റ് നോക്കാം. Any discoloration of skin such as jaundice, cyanosis, facial paralysis should be noted. 3 അസുഖങ്ങളുടെ ഡിസീസസിന്റെ പേരാണ് പറഞ്ഞത്. ഡിസ്കളറേഷൻ ഓഫ് സ്കിന്നിൽ വരുന്ന നിറവ്യത്യാസങ്ങൾ മൂലം വരുന്ന 3 ഡിസീസസുകളാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ മുകളിൽ എഴുതി വെക്കുക. ജോണ്ടീസ്, എന്താണ് ജോണ്ടീസ് എന്ന് പറഞ്ഞാല്? ജോണ്ടീസ് കേട്ടിട്ടുണ്ടോ? മഞ്ഞപ്പിത്തം. അറിയാത്തവരാണെങ്കിൽ മുകളിലൊന്ന് എഴുതിയിടണേ. ജോണ്ടീസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം, അതായത് നമുക്ക് ഡിസ്കളറേഷൻ ആണ്, നമുക്ക് കളറിലൂടെ മനസ്സിലാകും. ദെൻ അടുത്തത് സൈനോസിസ് മീൻസ് ഇതുപോലെ ഒരു നിറം മാറ്റമാണ്, നമ്മുടെ തൊലിപ്പുറത്ത് വരുന്ന ഒരു നിറം മാറ്റമാണത്. ഓക്കെ, സൈനോസിസ് സ്കിന്നിൽ വരുന്ന കളർ ചേഞ്ച് ആണ് കേട്ടോ. അതൊന്നും മുകളിലൊന്ന് എഴുതിയിടണേ. അറിയുന്നവരാണെങ്കിൽ വേണ്ട, അറിയാത്തവരാണെങ്കിൽ എഴുതിട്ടോളൂ, നമുക്ക് എന്തായാലും ഉപകാരപ്പെടുമല്ലോ. യെല്ലോ ബൈലും മഞ്ഞപ്പിത്തം. ജോണ്ടീസ് എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം. ദെൻ രണ്ടാമത് പറഞ്ഞത് ഏതായിരുന്നു? സൈനോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന നിറമാറ്റം, അതൊരു അസുഖമാണ്. ഇപ്പോ വിഷമൊക്കെ നമ്മൾ വിഷം കയറണം, ഇപ്പൊ മറ്റേ നമ്മള് വിഷാംശം നമ്മളുടെ ഉള്ളിൽ ചെല്ലുമ്പോ നീലനിറമായിട്ടൊക്കെ മാറാറില്ലേ? അതുപോലെ വരുന്ന എന്തെങ്കിലും വിഷാംശങ്ങളോ അങ്ങനെ മറ്റെന്തെങ്കിലും നമ്മളുടെ ശരീരത്തിലേക്ക് കയറുമ്പോ നമ്മളുടെ സ്കിന്നിൽ അത് പെട്ടെന്ന് ഇഫക്ട് ചെയ്യും, സ്കിന്നിന്റെ നിറം മാറും. അതിനാണ് ഈ സൈനോസിസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫേഷ്യൽ പാരലൈസിസ്. എന്താണ് ഫേഷ്യൽ പാരലൈസിസ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ലേ? പാരലൈസിസ് കേട്ടിട്ടുണ്ടോ? മുഖം കോണിക്കുക, മുഖം കോടിപ്പോകുന്ന അവസ്ഥ, പക്ഷാഘാതം എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ ഒരു സൈഡിലേക്ക് കോടിപ്പോകുക എന്നൊക്കെ പറയില്ലേ? അതാണ് ഈ ഫേഷ്യൽ പാരലൈസിസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ 3 കിട്ടിയല്ല. ടൈം ഉണ്ടെങ്കിൽ ചെറിയൊരു കുഞ്ഞു നോട്ട് പോലെ ഞാൻ തരാം കേട്ടോ. ഓക്കെ, ദെൻ അപ്പോ നമുക്ക് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ, നമുക്ക് പെട്ടെന്ന് ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും, അല്ലെ? ഈ കളർ ഡിസ്കളറേഷൻ ഓഫ് കളറിൽ വരുന്ന മാറ്റമാണ്. മഞ്ഞപ്പിത്തമുള്ള ഒരാളുടെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് എപ്പോഴും ഈ കണ്ണൊക്കെ മഞ്ഞച്ചിരിക്കും, സ്കിന്നിനൊക്കെ ഏകദേശം നോർമൽ ഒരു പേഴ്സണേക്കാളും ഒരു മഞ്ഞപ്പ് ഫീൽ ചെയ്യും, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയാറ് കോമൺ ആയിട്ട്, അല്ലേ? ആണോ? അതെ അല്ലെ? കണ്ണൊക്കെ മഞ്ഞപ്പൊരു മഞ്ഞപ്പായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. മൊത്തത്തിലൊരു മഞ്ഞപ്പ് തോന്നും ആളെ കണ്ടാല്, അല്ലെ? അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സൈനോസിസ്. ഇപ്പൊ നീല നിറം ഡാർക്ക് ബ്ലൂ അങ്ങനെയൊക്കെ ആയിരിക്കും. വിഷാംശവും നമ്മളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സ്കിൻ പെട്ടെന്ന് ബ്ലൂ കളറൊക്കെ ആവില്ലേ? അങ്ങനെയുള്ളൊരിത്. ഇനി ഫേഷ്യൽ പാരലൈസിസ്, മുഖം കോടിപ്പോകുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കുമ്പോ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ലേ?
അതാണ് ഈ ഒരു ഡിസ്ക്ലറേഷനിൽ വരുന്നൊരു 3 ഡിസീസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഫർദർ ഒബ്സർവേഷൻ ക്യാൻ ബി മെയ്ഡ് ഗിവിംഗ് കെയർ ടു ദ ക്ലയന്റ്. ഇനി ഇങ്ങനെയുള്ള ക്ലയൻസിന് നമുക്ക് എന്ത് ചെയ്യും? ഫർദർ ആയിട്ടുള്ള ഒബ്സർവേഷനും കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന 3 ഇതാണ് ഈ ജോണ്ടിസും സൈനോസിസും ഫേഷ്യൽ പാരലൈസിസ് ഒക്കെ. ഓക്കെ, ചെറിയ നോട്ട് ഞാൻ തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ നോട്ട് ടൈം ഉണ്ടെങ്കിൽ തരാൻ നോക്കാം. ജസ്റ്റ് പിക്ചേഴ്സ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പ്രിലിമിനറി. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പേഷ്യന്റിനെ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ദെൻ ചാർട്ടിങ്. ഇനി ചാർട്ടിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? ചാർട്ടിങ് മീൻസ് ഇതുപോലെ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളിക്കുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ. വേറെ ഒന്നുമില്ല. ചാർട്ടിങ് കേട്ടോ. ചാർട്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും നോക്കാം. കുഞ്ഞു പോയിന്റ്സ് ആണ് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫോർമേഷൻ ഇൻ പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യൻസിന്റെ റെക്കോർഡിലെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസുകളും എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ അഡ്മിഷന്റെ സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും അല്ലെ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യുക. ദെൻ ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ടൈം, പേഷ്യൻസ് ഡീറ്റെയിൽസ്, കംപ്ലൈന്റ്സ് ഓഫ് ദ ക്ലയന്റ്സ്, എനി അലർജീസ്, പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ്. ഇത്രയും കാര്യങ്ങളായിരിക്കണം റെക്കോർഡിൽ ഉൾപ്പെടേണ്ടത്. എന്തൊക്കെയാണ്? അഡ്മിഷൻ ഡേറ്റ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം, മെൻഷൻ ചെയ്യണം. ദെൻ ടൈം, പേഷ്യൻസ് ഡീറ്റെയിൽസ്, എപ്പോഴാണ് അഡ്മിഷൻ ടൈം, എപ്പോഴാണോ അഡ്മിറ്റ് ചെയ്ത ടൈമും കാര്യങ്ങളും. ദെൻ കംപ്ലൈൻസ്, ഇനി എന്തെങ്കിലും പേഷ്യൻസിന് കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻസിന്റെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ എനി അലർജീസ്, ചില പേഷ്യൻസിന് അലർജിയുടെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് ഇന്ന മെഡിസിൻസും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. ആ മെഡിസിൻ കഴിക്കുമ്പോൾ അലർജി വരും, അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും അങ്ങനെ അലർജി പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതുകൂടി അത് റെക്കോർഡിൽ ഉൾപ്പെടുത്തണം. ദെൻ പേഷ്യന്റ് മെന്റൽ സ്റ്റാറ്റസ്, എങ്ങനെയാണ് അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, രോഗാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളുണ്ടോ, ക്രിട്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യാം? ഉൾപ്പെടുത്തുക. ദെൻ മൂന്നാമത്തെ പോയിന്റ് റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ. അഡ്മിഷൻ രജിസ്റ്ററിൽ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യുക. എന്തൊക്കെയാണ്? ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ, അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്സ്. അപ്പോ റെക്കോർഡിംഗ് അഡ്മിഷൻ രജിസ്റ്റർ റെക്കോർഡ് ചെയ്യുക. ദെൻ ട്രീറ്റ്മെന്റ് ബുക്ക്, ഒരു പ്രത്യേകമായിട്ടൊരു ട്രീറ്റ്മെന്റ് ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിൽ നമ്മളുടെ ട്രീറ്റ്മെന്റ്സിനെ സംബന്ധിച്ച് വരുന്ന മെഡിസിൻസിന്റെയും ഇഞ്ചക്ഷൻസിന്റെയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ദെൻ റിപ്പോർട്ട് ബുക്ക്, അവരുടെ കയ്യിൽ ഒരു റിപ്പോർട്ട് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? റിപ്പോർട്ട് ബുക്കും കാര്യങ്ങൾ മീൻസ് നമ്മളുടെ പേഷ്യൻസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളതാണല്ലോ ഈ ബുക്കുകളൊക്കെ പറയുന്നത്. സോ റിപ്പോർട്ട് ബുക്ക്. ഇനി മെഡിക്കൽ ലീഗൽ കേസ്, MLC, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്യണം. MLC ഫുൾ ഫോം ചോദിക്കാറുണ്ട് എക്സാമിന്. MLC മെഡിക്കൽ ലീഗൽ കേസ്. മെഡിക്കൽ ലീഗൽ കേസ് ഒക്കെ ആണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുക. എന്താണ് മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറയുന്നത്? ഏതാണ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുക? മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറയുന്നത് ആക്സിഡന്റ് കേസ്, അല്ലെങ്കിൽ റേപ്പ്, ഓക്കെ, ആക്സിഡന്റ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കേസുകളൊക്കെ ഈ മെഡിക്കൽ ലീഗൽ കേസസിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസസുകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? അതൊക്കെ MLC രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. MLC അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ, അറിയാവുന്നതാണ്. പക്ഷെ ആ സമയത്ത് ഓപ്ഷനൊക്കെ കാണുമ്പോൾ തെറ്റിപ്പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഏത് കുത്തണോ ബി ചെയ്യണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും കേട്ടോ. സോ നല്ല രീതിയിലൊക്കെ പഠിക്കാം. നമ്മള് ചിലതൊക്കെ നമ്മൾ വിട്ടുകളയും. അതിന്റെ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, വിട്ടുകാര്യം. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ചിലപ്പോ ഓപ്ഷൻ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്, അതെങ്കിലും എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു മാർക്കല്ല അവിടെ പോകുന്നത്. അപ്പൊ അങ്ങനെയെല്ലാം ഈസി ആണെന്ന് നേരത്തെ കുറെ ഒന്നും വിടരുത്. അത്യാവശ്യം അറിയാവുന്നതൊക്കെ പഠിക്കാം. ഓക്കെ, ദെൻ ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂവിംഗ് സിസ്റ്റം. ഫിസിക്കൽ അതിന്റെ ബാക്കി പറഞ്ഞില്ല. ഏതാ? MLC ആണോ? വാർഡ് സെൻസസ്. Update ward census. Okay, update ward census and nurses notes. ഇനി വാർഡ് സെൻസസ് അപ്ഡേറ്റ് ചെയ്യുക. വാർഡ് സെൻസസ് മീൻസ് ഓരോ ഇത്ര മന്തില് എത്ര പേഷ്യൻസ് അവിടെ വാർഡിൽ അഡ്മിറ്റഡ് ആയി, അല്ലെങ്കിൽ അവർ ഡിസ്ചാർജ് ആയ ടൈമുകൾ, അങ്ങനെ ഓരോരോ സെൻസസ് പോലെ എടുക്കില്ലേ? എത്ര പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു മന്തിൽ അവിടെ അഡ്മിറ്റഡ് ആയി, എത്ര പേരാണ് അന്ന് ഡിസ്ചാർജ് ആയി പോയത്, അങ്ങനെ ഡേറ്റ്സും അഡ്മിഷൻ ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും മറ്റ് പ്രോപ്പർ ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തതായിരിക്കും ഈ വാർഡ് സെൻസസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം? ഓരോ മന്തും അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പുതിയത് വരുമ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ ആളുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചേർത്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ നഴ്സസ് നോട്ട്.
ഇതുപോലെ തന്നെ നഴ്സസിന് നോട്ട്സ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അവർ നമ്മുടെ അടുത്ത് വന്ന BP മറ്റേ എന്താ പറയാ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അല്ലെ. അതൊക്കെ അവർ നഴ്സസ് നോട്ട്സിൽ ഇതൊക്കെ നോട്ട് ചെയ്യും. അവരുടെ ഓരോ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതും എന്തൊക്കെ ഓരോരുത്തർ വരുന്നതനുസരിച്ച് ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസിന് അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് അടുത്ത പേഷ്യൻസ് വന്ന് അഡ്മിറ്റഡ് ആയി അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സെൻസേഴ്സും നഴ്സസിന്റെ നോട്ട്സും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഓരോന്ന് കഴിയുമ്പോൾ അടുത്ത മന്ത് അപ്ഡേറ്റ് ചെയ്യണ്ടേ നമ്മള്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യുക. Then physical assessment by reviewing system. ഇനി physical assessments by reviewing system മീൻസ് എന്താണ്, ശാരീരികമായിട്ടുള്ള വിലയിരുത്തൽ. അതായത് നമ്മൾ പറഞ്ഞ ശാരീരികമായിട്ട് വിലയിരുത്തൽ മീൻസ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ പേഷ്യൻസിന്, അങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ ചെയ്യണം. ബൈ റിവ്യൂവിംഗ് സിസ്റ്റം മീൻസ് അത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ നഴ്സിന്റെയോ സഹായത്തോടു കൂടി അത് ചെയ്യുക. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള അസസ്മെന്റ്സുകൾ, ശാരീരികമായിട്ടുള്ള വിലയിരുത്തലാണ്. ഇപ്പൊ എന്തെങ്കിലും പെയിൻ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ, വയ്യായ്മ, അങ്ങനെ ഫിസിക്കലായിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്, മെന്റലി അല്ല ഫിസിക്കലായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നൊരു വിലയിരുത്തുക. ഈ ഒരു ഡോക്ടറിന്റെയോ മറ്റ് സാഹചര്യം അല്ലെങ്കിൽ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് റിവ്യൂ ചെയ്യുക, വിലയിരുത്തുക. Then patient comfort. പേഷ്യന്റ് കംഫർട്ടബിൾ ആണോ എന്ന് നോക്കുക. ട്രീറ്റ്മെന്റ്സിലായാലും മറ്റു സർവീസസിലും ആള് കംഫർട്ട് ആണോ എന്ന് നോക്കുക. Then collect information for database. ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിന് വേണ്ടി പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നും എന്ത് ചെയ്യുക, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. Then last point, obtain physician order for the lab tests, medical activities അല്ലെ. അതായത് ഫിസിഷ്യൻ ഓർഡർ നേടണം. അതായത് ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും അല്ലെങ്കിൽ മറ്റു എക്സ്റേയോ അല്ലെങ്കിൽ മെഡിക്കൽ ആക്ടിവിറ്റികളോ മറ്റേതെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിസിഷ്യന്റെ ഓർഡർ വാങ്ങിക്കുക. ഒരു നഴ്സിന് അതിനുള്ള ഒരു എന്താ പറയാ ഒരു അധികാരമില്ല. ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്റേ എടുക്കണം എന്നൊക്കെ ഒരു നഴ്സ് പറഞ്ഞാൽ മാത്രം പോരാ. അതിനു വേണ്ടിയിട്ട് ആരുടെ ഓർഡർ വാങ്ങിക്കുക, ഫിസിഷ്യന്റെ ഓർഡറോട് കൂടിയിട്ട് വേണം ലാബ് ടെസ്റ്റുകളും അങ്ങനെയുള്ള മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ചാർട്ടിങ്ങില് വരിക. കുഴപ്പമില്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. നിങ്ങൾ എക്സാക്ട് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. എക്സ്ട്രാ നിങ്ങൾ കൂടുതൽ പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. ദെൻ ഈ ഒരു പാരഗ്രാഫ് കൂടെ ഒന്ന് പറയുന്നുള്ളൂ, ബോറാക്കണില്ല. ഇത്ര കൂടി പറഞ്ഞു ഞാൻ നിർത്താം. ഓക്കെ, ഇനി അടുത്ത പോയിന്റില് 8th പോയിന്റിൽ പറയുന്നത് നോക്കാം കേട്ടോ. ഫോളോ ഓർഡേഴ്സ് ബൈ ദ കൺസൾട്ടന്റ് അല്ലെ. ഇനി കൺസൾട്ടന്റിന്റെ ഓർഡേഴ്സ് അനുസരിച്ചിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇഫ് എനി ടെസ്റ്റ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ഡോക്ടർ, ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ the nurse must make arrangements to carry out other procedures prescribed by doctor if any അല്ലെ. ഇനി ഇപ്പൊ പറഞ്ഞത് എന്താണ്, അതായത് ഏതെങ്കിലും ഇപ്പൊ ടെസ്റ്റുകളും മറ്റും ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, അതിനുള്ള അറേഞ്ച്മെന്റ്സുകൾ നഴ്സസ് ചെയ്ത് കൊടുക്കുക പേഷ്യൻസിന്. ഇനി ക്യാരി ഔട്ട് അതർ പ്രൊസീജിയേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഡോക്ടർ. ഇനി അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വേറെ പ്രൊസീജിയേഴ്സ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യണം, ഈ നഴ്സ് പേഷ്യൻസിന്റെ ഒപ്പം നിന്നൊന്ന് ചെയ്തു കൊടുക്കുക. ഇപ്പൊ ലാബ് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു, ചിലപ്പോൾ ലാബ് എവിടെയെന്ന് അറിയില്ലാത്തവരുണ്ടാകും അല്ലെ. അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, അവരുടെ ഒപ്പം നിന്നുകൊണ്ടൊന്ന് ക്യാരി ചെയ്യുക, കൂടെ ഒന്ന് കെയർ ചെയ്യുക എന്നുള്ളൊരു മീനിങ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ആണ് കേട്ടോ. നിങ്ങൾ അതിന്റെ മീനിങ് എനിക്ക് പറഞ്ഞല്ല, ഇത്രയും നേരം ഞാനല്ലേ മീനിങ് പറഞ്ഞു തന്നത്, ഇനി നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കാം. കെയർ ഓഫ് വാല്യുബിൾ ക്ലോത്തിങ്. ഇനി കെയർ ഓഫ് വാല്യുബിൾ ക്ലോത്തിങ് എന്താണ് അവിടെ പറയുന്നത് നോക്കാം. If patient is wearing hospital dress, patient's clothes should be handed over to relatives. In case of absent relatives, clothing is numbered, labeled, and kept in store until such as it is handed over to relatives. അതായത് നമുക്കറിയാം, ഇപ്പൊ ഒരു ഓപ്പറേഷൻ നമ്മളൊരു ഓപ്പറേഷൻ പേഷ്യന്റിന് വിധേയനാക്കിയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ എക്സ്ട്രാ ഒരു ഓപ്പറേഷൻ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ് ഇട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലാലോ വേറൊരു ഡ്രസ് തരാറില്ല ഓപ്പറേഷൻ തിയേറ്ററില്. കണ്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിൽ സെപ്പറേറ്റ് ഒരു ഡ്രസ് അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് അവർ ആ ഡ്രസ് നമ്മളോട് ധരിക്കാൻ പറയും. അങ്ങനെ നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ടിരിക്കുന്ന ആ ഡ്രസ് എന്ത് ചെയ്യും,
നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഡ്രസ്സ് നമ്മൾ ഇടും. നമ്മൾ ചേഞ്ച് ചെയ്ത ആ ഡ്രസ്സ് നമ്മുടെ പുറത്ത് ഉണ്ടാവുന്ന റിലേറ്റീവ്സ് അവരെ ഹാൻഡ് ഓവർ ചെയ്യും. അവര് നമ്മൾ ഏൽപ്പിക്കും, ഹാൻഡ് ഓവർ ചെയ്യും. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലെ ഡ്രസ്സ് നമ്മൾ ഇടണം. നമ്മൾ ഓൾറെഡി ഇട്ടിരുന്ന ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് ആ ഡ്രസ്സ് നമ്മുടെ പുറത്ത് നിൽക്കുന്ന തിയേറ്ററിന്റെ പുറത്തുണ്ടാവുമല്ലോ, ആ റിലേറ്റീവ്സിനെ ഏൽപ്പിക്കും. ഇനി ഇൻ കേസ് ആ സാഹചര്യത്തില് റിലേറ്റീവ്സ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മളുടെ ഈ ഒരു ഗ്രീൻ ഡ്രസ് എന്നൊക്കെ കമന്റ് ഇട്ടിട്ടാ എല്ലായിടത്തും ഗ്രീൻ ആവണമെന്നൊന്നും ഇല്ലാട്ടാ. ചിലപ്പോൾ ബ്ലൂ ഒക്കെ വരാറുണ്ട്. ഇടിയിട്ട് ആയിരിക്കില്ല എന്നുള്ളൂ. ഏകദേശം ഒരു ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ബ്ലൂ ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം? അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മളുടെ റിലേറ്റീവ്സിന് കൊടുക്കും. ഇനി ആ സമയത്ത് നമ്മളുടെ റിലേറ്റീവ്സ് ആരും ഇല്ല അവിടെ, പെട്ടെന്ന് എമർജൻസി ഒരു ഓപ്പറേഷൻ ഒക്കെയാണ്. അപ്പോ റിലേറ്റീവ്സ് ആരും ഇല്ലാണെങ്കിൽ നമ്മളുടെ ആ ഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലേബൽ ചെയ്തിട്ട് അവിടുത്തെ സ്റ്റോറേജ് തന്നെ സൂക്ഷിക്കുമെന്ന്. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് നോക്കാം കേട്ടോ. In case absence of relatives, clothing is numbered. അല്ലെ, ഇനി ആരും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ലേബൽ പൊട്ടിച്ച് പേരും നമ്പറൊക്കെ ഇട്ടിട്ട് അവിടെ സ്റ്റോറിൽ എന്ത് ചെയ്യും? അത് സൂക്ഷിക്കും. Then encourage the client to sell jewelry, money and other valuables such as watch to home with relatives. ഇനി നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോഴേ നമ്മള് ഗോൾഡ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഒക്കെ ഇട്ടിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നത് ആണോ? ഗോൾഡ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് പുറത്ത് റിലേറ്റീവ്സിന് കൊടുക്കാറുണ്ട്. സോ അങ്ങനെയുള്ള ഇപ്പൊ എന്തെങ്കിലും ജ്വല്ലറീസോ അങ്ങനെ ഗോൾഡ് ഐറ്റംസോ ജ്വല്ലറീസോ ഇപ്പോ ആക്സിഡന്റ് ചിലപ്പോൾ പേഴ്സും പോക്കറ്റിൽ ഉണ്ടാവും. ഇപ്പൊ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മണി കാര്യങ്ങൾ അല്ലെ, അങ്ങനെയുള്ള പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് നിൽക്കുന്ന റിലേറ്റീവ്സിനെ ഹാൻഡ് ഓവർ ചെയ്ത് ഏൽപ്പിക്കും. Then make him understand if he keeps something with himself, it is on his own risk. അതായത് നമ്മളുടെ വിലപ്പെട്ട സാധനങ്ങൾ ജ്വല്ലറിയോ അല്ലെങ്കിൽ പേഴ്സോ അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ അത് വാല്യുബിൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാച്ച് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പുറത്തു നിൽക്കുന്ന നമ്മുടെ റിലേറ്റീവ്സിനെ ഏൽപ്പിക്കും. ഇനി റിലേറ്റീവ്സിനെ ഏൽപ്പിക്കാൻ റിലേറ്റീവ്സ് ഇല്ലെങ്കിൽ ആ ഒരു നേഴ്സ് തന്നെ അത് കീപ്പ് ചെയ്യും, കയ്യിൽ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൺ ഹിസ് ഓൺ റിസ്ക്. ആ സൂക്ഷിക്കുന്ന ആളുടെ റിസ്കിൽ തന്നെ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് വിലപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പൊ ആ റിസ്കിൽ തന്നെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ഓക്കെ, ക്ലിയർ ആയ പോയിന്റ്? നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതല്ലേ? ഇനി പറയണോ? അതായത് പേഷ്യന്റിന് നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലില് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റുമ്പോൾ നമ്മൾ ആ ഡ്രസ്സ് അവിടുത്തെ ഡ്രസ്സ് ഇടും. നമ്മളൊരു ഡ്രസ്സ് എന്ത് ചെയ്യും? നമ്മുടെ റിലേറ്റീവ്സിന് കൊടുക്കും. ഇനി റിലേറ്റീവ്സ് ആരും ഇല്ല എങ്കിൽ അതൊന്ന് ലേബൽ ചെയ്തിട്ട് അവിടെ സ്റ്റോറിൽ സൂക്ഷിക്കും. പിന്നെ പറഞ്ഞത് എന്താണ്? ജ്വല്ലറിയും ഗോൾഡും വാച്ചോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഏൽപ്പിക്കും. ഇനി നമുക്ക് അവിടെ എന്താ പറയാ, അവിടെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അത് ഏൽക്കണം. റിസ്ക് എടുത്ത് തന്നെ ഏൽക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത്ര എടുക്കുന്നുള്ളൂ ഇന്ന്. ഇത്രയും പോരെ? മതിയോ? ബോറായി തുടങ്ങിയോ? മാം നോട്ട് തരാന്ന് പറഞ്ഞു. മാം എന്തോ ഫോട്ടോസ് എന്തോ കാണിച്ചു തരാ പറഞ്ഞില്ലേ? ഓക്കെ ഓക്കെ, ഇതറിയാമോ? നോട്ട്സ് ഞാൻ തരാം കേട്ടോ. നോട്ട്സ് അധികം ഇല്ല, നമ്മളിപ്പോ ഈ പറഞ്ഞ ജോണ്ടീസിന്റെ ഒക്കെ ചെറിയൊരു ഇതാണ്. കണ്ടോ? ഫേഷ്യൽ നെർവ്സ് പാരലൈസസ്. ഞാൻ പറഞ്ഞില്ലേ, മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോകുന്ന ഒരവസ്ഥ. കാണുന്നില്ല മാം. പിക്ചർ കാണുന്നില്ലേ നിങ്ങൾക്ക്? കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് കാണുന്നില്ല. കാണുന്നുണ്ടല്ലോ. കാണുന്നില്ല, നേരത്തെ കാണുന്നില്ല മാം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് പ്രസന്റേഷൻ ഇതായിട്ടുണ്ടാകാം.
നെക്സ്റ്റ് ക്ലാസ്സിലെ പിക്ചർ ഒന്ന് കാണിക്കാം. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ട്. നിങ്ങൾ ഞാൻ ചെറിയൊരു നോട്ട്സ് പറഞ്ഞില്ല, അതൊന്ന് എഴുതിയെടുക്കാമോ? നോട്ട്ബുക്ക് ഉണ്ടോ കയ്യിൽ ഇപ്പോ? ഉണ്ട് മാം. ഉണ്ട് മാം, എഴുതാം. നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ എല്ലാവരും. ഓക്കെ, നോട്ട്ബുക്ക് എടുത്തോളൂ. ചെറിയൊരു കുഞ്ഞി പോയിന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് എഴുതാട്ടോ. സൈനോസിസ് എന്ന് എഴുതാട്ടോ. സൈനോസിസ്, CYANOSIS. പ്രിന്റഡ് നോട്ടില് അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതണേ. സൈനോസിസ് എന്താണ്? സൈനോസിസ് എന്ന് നോക്കാട്ടോ. ഹൈഫൻ ഇടണേ. സൈനോസിസ് എന്ന് എഴുതാം, ഹൈഫൻ ഇടാം, എഴുതിക്കോളൂ. ബ്ലൂയിഷ് ബ്ലൂ കളറില്ലേ, നീല കളറ്, ബ്ലൂയിഷ്. ബ്ലൂയിഷ് ഡിസ്കളറേഷൻ സ്പെല്ലിംഗ് ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ, അത്ര എഴുതിയാൽ മതി. സ്കിന്നിൽ വരുന്ന ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു ഡിസ്കളറേഷൻ. എഴുതിയോ? Yes. Yes ma'am, എഴുതി. ഓക്കെ, ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ, അത്രയും മതിയല്ലോ, കൂടുതലൊന്നും വേണ്ട. നെക്സ്റ്റ് ഒരെണ്ണം കൂടി എഴുതിക്കോളൂ. ഫേഷ്യൽ പാരലൈസിസ്. എന്താണ് ഫേഷ്യൽ പാരലൈസിസ് കേട്ടോ? ഫേഷ്യൽ പാരലൈസിസ് കേട്ടോ. ഹൈഫൻ ഇടാ, എഴുതിക്കോളൂ. അതായത് ഫേഷ്യൽ പാരലൈസിസ് ഈസ് എ loss of LOSS is a loss of facial movement. ഫേഷ്യൽ മൂവ്മെന്റ് ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യാൻ പറ്റാത്ത കുറയുന്ന ഒരു അവസ്ഥ. is a loss of facial movement due to എന്തുകൊണ്ടാണെന്ന്? due to nerve damage. നമ്മളുടെ ഞരമ്പുകളിലെ നെർവ് ഡാമേജ്, നെർവ്സിന്റെ ഡാമേജ് മൂലം നമുക്ക് ഫേസ് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എന്ത്? ഫേഷ്യൽ പാരലൈസിസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഫേഷ്യൽ പാരലൈസിസ് ഉദ്ദേശിക്കുന്നത് is the loss of facial movement due to nerve damage. എഴുതിയോ? Yes ma'am. ഓക്കെ, കുഞ്ഞിത് മതി. നമുക്ക് ഏകദേശം നിങ്ങൾക്കൊന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി അതിനുള്ളൂ. ഓക്കെ, ഇത്ര എടുക്കുന്നുള്ളൂ. നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവരും ഓക്കെ ആണോ? ഉറപ്പൊക്കെ വന്നോ? ബോറിംഗ് ആയിട്ട് തോന്നിയോ? ഇല്ല മാം. നല്ല ക്ലാസ് ആയിരുന്നു. ചെറിയ പോർഷൻസ് എടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു തോന്നുന്നു ഓരോ പേജും കൂടി ഉള്ളൂ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയാറായിട്ടോ, പെട്ടെന്ന് വിട്ടു പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു ചെറിയൊരു കൂടി ഉള്ളൂ. ഓക്കെ, ചെറിയ ചാപ്റ്റർ ആയിരുന്നില്ലേ? എളുപ്പം മനസ്സിലായോ എല്ലാവർക്കും ചാപ്റ്റർ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ക്ലാസ്സുകളുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ അറിയിക്കണോ കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സ്പീഡ് കൂടുന്നതിനുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് കുറക്കാൻ പെട്ടെന്ന് ഒരു ഫ്ലോയിൽ പറഞ്ഞു പോണേന്ന്. പക്ഷെ നമ്മള് വളരെ സ്ലോ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര ബോറിംഗ് ആയിട്ടില്ലേ, അല്ലേ? ഓക്കെ, ഓക്കെ മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. Thank you ma'am. Thank you, ma'am. Thank you ma'am.